से थोड़ा ऊपर कट करो, थोड़ा ऊपर नीचे कट करो, इधर से थोड़ा ऊपर कट करो, थोड़ा नीचे नीचे, थोड़ा ऊपर ऊपर ऊपर, अरे थोड़ा थोड़ा थोड़ा. നാക്ക് കടിക്കണ നാക്ക് കടിച്ചതല്ല, ഞാൻ ഹിന്ദി പറഞ്ഞു പഠിച്ചതാ. ഹിന്ദി എന്ത് കാര്യത്തിനാ പഠിക്കണ? എനിക്കൊന്ന് മുടി വെട്ടാണ്ടി പോണം. ഹിന്ദി പഠിക്കണ? ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ബംഗാളികളാണ്. അവന്മാര് പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നു അമ്മാർക്കും മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുടി വെട്ടാൻ വേണ്ടി ഒരു ബാർബർ ഷോപ്പിൽ കയറി ചെന്നിട്ട് ആദ്യത്തെ കൺമണിയിലെ ജയറാമേണ്ണനെ പോലെ മുടി ഇങ്ങനെ ആക്കി തരണം പറഞ്ഞു. ഫ്രണ്ട്സ് സിനിമയിലെ ക്ലൈമാക്സിലെ ജയറാമേണ്ണനെ പോലെ അമ്മാരെ ഇവിടെ ഇറക്കി വിട്ടു. മുഖത്തിന് ചേർന്ന പോലെ അല്ലേ വെട്ടിത്തരാൻ പറ്റുള്ളൂ. ചിലപ്പോ അങ്ങനെ ആയിരിക്കുമല്ലേ. അത് മാത്രമല്ല, പണ്ട് നമ്മൾ ബാർബർ ഷോപ്പിൽ 50 രൂപ കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നിടത്ത് നമ്മുടെ തലയിലെ മുടി മൊത്തം അവിടെ കാണും. ഇപ്പൊ 150 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ഓരോരുത്തന്മാരുണ്ടല്ലോ ഈ സൈഡ് കണ്ട ഇങ്ങനെ അങ്ങ് വടിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോകും. എന്റെ അഭിപ്രായം പറഞ്ഞ് നോക്കുവാണെങ്കിൽ ഈ ബാർബർ ഷോപ്പ് ബിസിനസ് പറഞ്ഞത് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. അതെനിക്കും തോന്നിയായിരുന്നല്ലേ. അല്ലെങ്കിൽ കഥയും പറഞ്ഞോട് നിന്നാ മതിയാ, പണിക്കൊന്നും പോണ്ടേ. എന്താന്നറിയില്ല, ഇന്നെന്തോ ഒരു ലീവ് എടുക്കാ ഒരു തോന്നൽ. അതെല്ലേ. അപ്പൊ ഇന്നലെ എടുത്ത ലീവാ? ഇന്നലെ എടുത്ത ലീവിന്റെ ഹാങ് ഓവർ ആണ് ഇന്നത്തെ ലീവ്. അങ്ങനെയാണെങ്കിലല്ലേ ഞാനും വലിയൊരു ലീവ് അങ്ങോട്ട് എടുക്കും. അതിനൊരു പേരുണ്ട്. എന്തുവാ? ഡിവോഴ്സ്. പറയരുത്. നീ ഒരു കാര്യം ആലോചിക്കണം, നിന്റെ കൂടെയുള്ളത് ഒരു ചുണക്കുട്ടനാണ്. എന്ത് കുട്ടൻ? ചുണക്കുട്ടൻ. നിങ്ങൾ ചുണക്കുട്ടനൊന്നല്ല, ചുണങ്ങൂട്ടനാണ്. ഇതിനുള്ള ഉത്തരം പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇതിനുള്ള ഉത്തരം ഉണ്ടല്ലോ യൂട്യൂബിൽ എനിക്ക് കമന്റ് ആയിട്ട് വരും. കാരണം എന്റെ ഉത്തരം നീ അർഹിക്കത്തില്ല. ഓ ആയിക്കോട്ടെ, ഞാൻ പണിക്ക് വരുന്നോടാ. നിന്റെ അച്ഛനെ വിളിക്കണം. പഠിക്കും എന്റെ തന്തയ്ക്ക് വിളിച്ചോ, ഞാൻ വേണമെങ്കിൽ പഠിക്കൂലായിരിക്കും. പക്ഷെ എന്നോട് പഠിക്കൂലാൻ പറയാം. പക്ഷേ ഓരോ കാര്യം പറഞ്ഞത് അല്ല. പിന്നെ അപ്പൊ രമേ, നമ്മള് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ വിളിച്ചാല്ലേ അയാളെ പോയിട്ട് 5-6 തെറിയും കൂടി വിളിക്കാം. അപ്പൊ കൊറേ കാശ് ഉണ്ടാക്കാൻ പറ്റും. ഈ പണിക്കൊന്നും പോയിട്ടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ പണിക്ക് പോയിട്ട് ഡെയിലി 1000 രൂപ 500 അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാര്യമുണ്ടോ? അതൊക്കെ താൽക്കാലികമായിട്ടുള്ള വരുമാനം. ഞാൻ പറഞ്ഞു വരുന്നത് ഫ്യൂച്ചറിലേക്കാണ്. നമുക്ക് വേണ്ടത് സാമ്പത്തികമായ ഒരു ഭദ്രതയാണ്. നമുക്ക് വേണ്ടത് അടിത്തറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് കാലത്ത് അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ചൊരു സ്വാമിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാമി എന്നോട് പറഞ്ഞ് എന്തോ ധനസമ്പാദ്യ പൂജ, ധനസമ്പർക്ക പൂജ എന്തൊക്കെയോ നടത്തി കഴിഞ്ഞാൽ കുറെ കാശ് ഉണ്ടാവും എന്ന് പറഞ്ഞ് അതിന് കുറെ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. 1 കിലോ അവലി, 1 കിലോ മലരി, 1 കിലോ ശർക്കര, 1/2 കിലോ കൽക്കണ്ടവും മുന്തിരിയും 3 നാളികേരവും കൂടി വെച്ചിട്ടില്ലേ ഒരു ചുവന്ന പട്ടിലേക്ക് ഇട്ടിട്ട് അമ്പലത്തിന്റെ 4 മൂലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പ്രാർത്ഥിക്കണം 30 ദിവസം. അപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ കാശ് ഉണ്ടാവും എന്ന് പറഞ്ഞു. നീ പറഞ്ഞ ഈ സ്വാമിനെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെ പൂജാ സെന്റർ ഫ്രണ്ട് വെച്ചാണ് കണ്ടത്. അതാ പൂജാ സെന്റർ നടന്ന രവിയുടെ അച്ഛൻ. നീ എന്തിനാണ് ഈ അന്ധവിശ്വാസത്തിലൊക്കെ പോയി നിൽക്കുന്നത്? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന അവലും മലരും ശർക്കരയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭമല്ല ഉണ്ടാവുന്നത്. പിന്നെന്താ ഉണ്ടാവുന്നത്? ഉറുമ്പ്. ഞാനെന്തോ പറഞ്ഞു ഓരോ കാര്യം പറഞ്ഞ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. രക്ഷപ്പെടണമെന്നുണ്ട്, കയ്യിൽ ഇപ്പൊ അത്ര കാശുമില്ല. യൂട്യൂബിലില്ലേ, യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇരുതലമുരിനെയൊക്കെ പിടിച്ചു കൊടുത്താൽ കുറെ കാശ് കിട്ടും. നിങ്ങൾക്ക് ഇരുതലമുരിനെ പിടിക്കാൻ പോകാൻ പറ്റൂ? കയ്യിൽ കാണിക്കോ? എന്താ വല്ലാണ്ട് ചൊറിയുന്നുണ്ടല്ലേ? വേറൊരു കാര്യം പറയാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് കള്ളക്കടത്ത് നടത്തിയാലോ? കള്ളക്കടത്താ? ആര്? ഞാൻ. അതിന് നിങ്ങൾ ഇതിനുമ്പ് കള്ളക്കടത്ത് വല്ലതും നടത്തിയിട്ടുണ്ടാ? പണ്ട് 1-2 പ്രാവശ്യം. കടത്തിന് പോകുന്ന വള്ളക്കാരന് പൈസ കൊടുക്കാതെ പമ്മി അപ്പുറത്ത് പോയി കടന്നിട്ട് ചെറുതായിട്ട് കള്ളക്കടത്ത് നടത്തി. രക്ഷപ്പെടാൻ വേണ്ടിട്ടാണെങ്കിലും ഇങ്ങനത്തെ സാധനം ഒന്നും വിളിച്ച് പറഞ്ഞേക്കല്ലേ ചേട്ടാ. ഞാൻ വിളിച്ച സാധനമല്ലേ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? അത് പറഞ്ഞപ്പോഴാണ് ഈ ബിസിനസ്മാന്റെ ഇവിടുത്തെ കറണ്ട് കാശ് അടക്കാത്തോണ്ട് ഫ്യൂസ് ഊരുന്ന് മറ്റേ കറണ്ട് ഓഫീസിലെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടും പോയായിരുന്നു കേട്ടാ. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കാര്യം പറയട്ടെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേണ്ടത് സാമ്പത്തിക ഭദ്രത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൂടെ നടത്തിയാലോ? ഈ വീട്ടിലെ ഊണ്ട വേണ്ടിയാണ് ഞാൻ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് നീ വേറെ വീട്ടിൽ ഊണ്ട കാര്യം എന്നോട് പറയുന്നത്. അതല്ലേ, അതാകുമ്പോ കുറെ ആൾക്കാർ ഡെയിലി ഭക്ഷണം കഴിക്കാൻ വരും, കുറെ കാശും കിട്ടും. നീ വിചാരിക്കുമ്പോഴൊന്നുമല്ല, ഇതിനൊക്കെ 5 കൂട്ടം കറിയോ പോലെ കുറെ പണിക്കാരൊക്കെ വേണം. ഈ ഊണ് വിൽക്കുമ്പോഴേ അതിന്റെ കൂടെ പപ്പടം വിൽക്കത്തില്ലേ? പപ്പടം കൊടുക്കണം. പപ്പടം പിന്നെ ആരാ കൊടുക്കാത്തത്? പപ്പടം കൊടുക്കാൻ പറ്റത്തില്ല. അതെന്താ? പപ്പടം കൊടുത്താൽ എന്താണ്? എന്റെ അച്ഛന്റെ ഇരട്ട പേര് പപ്പടം. അതുകൊണ്ട് ഊണിന്റെ പരിപാടി നമുക്ക് വേണ്ട. എന്നാ പിന്നെ വേറെ വേണ്ട, കഞ്ഞിക്കട തുടങ്ങാം. അത് വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. വലിയ കഞ്ഞിക്കട അത്യാവശ്യം ചെലവുണ്ട്. കഞ്ഞിക്കട പിടിക്കാം. അതാവുമ്പോ ഒരു ഇച്ചിരി ചമ്മന്തി, ഇച്ചിരി അച്ചാറ്, ഇച്ചിരി ചുട്ട പപ്പടം കൊടുത്താൽ മതി. പപ്പടോ? നിങ്ങളുടെ അച്ഛൻ സാധാ പപ്പടം, ഇത് ചുട്ട പപ്പടം. പപ്പടം വേണ്ട, പപ്പടം ഇല്ലാത്ത കഞ്ഞി. പപ്പടം ഇല്ലാത്ത കഞ്ഞി കൊടുത്താൽ മതി.